സൂപ്പർ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാവരച്ച് വെക്കേണ്ട പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്നും ഒരേ തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടുക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതുപോലെ തന്നെ തുടങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കുമ്പോൾ മനസ്സിലാവുന്നില്ല കേട്ടോ, ഇത് ഓട്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ഇതിൻ്റെ ടേസ്റ്റൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ 1.5 കപ്പ് ഓട്സിന് ഒരു 3/4 കപ്പ് റവയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഓട്സിൻ്റെ പകുതി ആണ് റവ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട്, നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന കായപ്പൊടി. അപ്പോൾ കായത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം, കൂടി പോകണ്ട. എന്തായാലും ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ്, പൗഡറാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സറി ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ്. ഇതിലേക്ക് 1 കപ്പ് തൈരാണ് ചേർത്തിരിക്കുന്നത്. തൈര് അല്ലെങ്കിൽ മോരായാലും കുഴപ്പമില്ല. പുളിക്കനുസരിച്ച് തൈരിൻ്റെ അളവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ അധികം പുളി ഇല്ലാത്ത തൈരാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവ് ചേർക്കണമെങ്കിൽ കുറവ് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. പിന്നെ സാമാന്യ ഒരു വലിയ കഷ്ണം ഒരു ഇഞ്ചിയുടെ അളവ് അതേപോലെ തന്നെ നിങ്ങളുടെ ആ ടേസ്റ്റിനനുസരിച്ച് ഇഞ്ചിയുടെ അളവൊക്കെ എടുക്കുക കേട്ടോ. ഞാനൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് ഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചെറുതായിട്ട് നുറുക്കിയിട്ട് ചേർക്കുക. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇഞ്ചി കടിക്കുമ്പോൾ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഗ്രേറ്റ് ചെയ്താൽ അത് മനസ്സിലാവില്ല, അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കുകയും ചെയ്യും. പിന്നെ ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് എരിവുള്ള മുളക് പൊടിയും ചേർത്തു. അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് എത്ര വെച്ച് ചേർക്കുക. പിന്നെ 1 സ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകമാണ് ചേർത്തിരിക്കുന്നത്. ചെറിയ ജീരകം കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഞെരടിയിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, ഒരു ചെറിയ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ജീരകത്തിൻ്റെ അളവൊന്നും കൂടണ്ട. കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. കാരണം നമ്മൾ തൈര് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ബാക്കിയുള്ള ചേരുവകൾ ഇതിന് ശേഷം നമുക്ക് ചേർക്കാം. ഒരു 15 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കണം. 15 മിനിറ്റ് അടച്ചു വെച്ചതിൻ്റെ ശേഷം ഇത് കുറച്ച് കട്ടിയായിട്ടുണ്ടായിരുന്നു, റവ ഉള്ളതല്ലേ. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ആവശ്യത്തിന് വെള്ളം, ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പ്ലസ് 1/8, 1/4 ടീസ്പൂണും പിന്നെ ഒരു നുള്ളും കൂടി ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. അതായത് 1 കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേണം. പിന്നെ നമ്മളൊരു 1/2 കപ്പും കൂടി എടുത്തിട്ടില്ലേ, അപ്പോൾ അതിനനുസരിച്ച് പിന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ആ ഒരു അളവിലാണ് ഞാൻ ബേക്കിംഗ് സോഡ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അളവൊക്കെ താഴെ കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി ബേക്കിംഗ് സോഡയും കൂടിയും ചേർത്തിട്ട് അതിൽ മീതെ കുറച്ച് വെള്ളം ഒഴിക്കുക. അതൊന്ന് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് അവസാനം കുറച്ച് മല്ലിയില, പിന്നെ നിങ്ങൾക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കാം. പിന്നെ ഒരു സവാള നല്ല ചെറുതായിട്ട് വളരെ നൈസായിട്ട് അരിഞ്ഞ സവാള. പിന്നെ ഒരു ക്യാപ്സിക്കം പകുതി. ഒരു ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു ഫ്ലേവർ ഇതിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ ക്യാപ്സിക്കം കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. സവാളയും ക്യാപ്സിക്കും മല്ലിയിലയും കൂടിയിട്ട്, കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ റെഡിയായി. അപ്പോൾ ബാറ്റർ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ, ഈ സവാള ചേർക്കുന്നതിൻ്റെ മുന്നേ. എന്നിട്ട് അവസാനം സവാള ചേർത്താൽ മതി. ഇപ്പോൾ എല്ലാം കൂടി റെഡിയായി. ഇപ്പോൾ അത്യാവശ്യം കട്ടിയിലാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കണം. നമുക്കൊന്ന് പരത്താൻ പറ്റണം, ആ ഒരു രീതിയിൽ ഇത് ലൂസാക്കുക. എന്നാൽ കുറേ അങ്ങോട്ട് വെള്ളത്തോടക്കനെ ആക്കണ്ട. ഇപ്പോൾ ബാറ്റർ ഒന്നും കൂടി കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ലൂസാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് തക്കാളി ഇഷ്ടമാണെങ്കിൽ കുറച്ച് തക്കാളി ഇതിൽ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ തക്കാളി ചേർത്തത് ഞാൻ വേറെ ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ തക്കാളി ഇഷ്ടമാണെങ്കിൽ തക്കാളിയും കൂടി ചേർത്ത് ഉണ്ടാക്കുക, അല്ലാച്ച തക്കാളി ഇല്ലാതെ ഉണ്ടാക്കാം കേട്ടോ.
അപ്പോൾ ദോശക്കല്ല് ചൂടാക്കിയിട്ട് കുറച്ച് ബട്ടറോ ഒട്ടി പിടിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ബട്ടർ പുരട്ടി കഴിഞ്ഞാൽ ഉപ്പ് ചേർത്ത ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ പുരട്ടി കഴിഞ്ഞാൽ ദോശക്കല്ലുമ്പിൽ ഒട്ടി പിടിക്കില്ല കേട്ടോ. അതൊരു ടിപ്പാണ്. ഇത് ബാറ്റർ കുറച്ച് കട്ടിയിലാണ് പരത്തുക. പിന്നെ നല്ലെണ്ണ പുരട്ടിയാലും ഒട്ടി പിടിക്കില്ല. ഡ്രൈ ആയി വരുമ്പോൾ കുറച്ച് നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ എന്ത് വേണമെങ്കിൽ തൂവി കൊടുക്കാം. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ എന്ത് വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഇപ്പോൾ 2 സൈഡ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇത് നമ്മൾ അടച്ചു വയ്ക്കൊന്നും വേണ്ട കേട്ടോ. ഇതൊരു ഊത്തപ്പത്തിൻ്റെ ഒരു സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ മൊരിഞ്ഞ പോലെ വേണമെങ്കിൽ ഒന്നും കൂടി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൂടുതൽ ഒന്ന് കുക്ക് ചെയ്താൽ മതി. കണ്ടില്ലേ, റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് തക്കാളി ഇതിൻ്റെ മീതെ വെതിരി കൊടുക്കണം. നിങ്ങൾക്കിത് തക്കാളി വേണം എന്നുള്ളവർക്ക് ബാറ്ററിൽ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ ഊത്തപ്പൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിയിൽ ഉണ്ടാക്കാവുന്നതാണ്. ബാറ്റർ പരത്തിയതിൻ്റെ ശേഷം നമ്മൾ ആ മുകൾ വശം ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് എണ്ണ അല്ലെങ്കിൽ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ സോഫ്റ്റ് ആയിട്ടിരിക്കണ വെച്ചാൽ ആ രീതിയിൽ ഉണ്ടാക്കാം. അല്ല കുറച്ചിങ്ങനെ മൊരിഞ്ഞിരിക്കണ വെച്ചാൽ ആ രീതിയിൽ ഉണ്ടാക്കുക. അപ്പോൾ കുറച്ച് കൂടുതൽ നേരം കുക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഉള്ളതെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ഒരു 12 മുതൽ ഒരു 14 എണ്ണം വരെ ഈ ഒരു അളവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു 4 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റായി. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, നമുക്ക് ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാം. ഇപ്പോൾ എനിക്ക് ഇത് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ചട്നിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് അതുപോലെ അങ്ങനെ തന്നെ പൊട്ടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഒണിയൻ ചട്നിയോ അല്ലെങ്കിൽ തക്കാളി ചട്നിയോ അല്ലെങ്കിൽ നാളികേര ചട്നിയോ സാധാരണ നമ്മൾ ഊത്തപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന ഏത് ചട്നി ഉപയോഗിച്ചിട്ടും ഇത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചട്നി ഇല്ലെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി ഞാൻ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ലാസ്റ്റ് കാണിക്കാതെ ചീസൊക്കെ ചേർത്തിട്ടുള്ള ചീസ് ദോശ പോലെ ഞാനിവിടെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതുപോലെ. അപ്പോൾ മുതിർന്നവർക്കൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇങ്ങനെ മാവ് പരത്തിയിട്ട് ഞാൻ കുറച്ച് ബട്ടറാണ് ഇതിന് സ്പ്രെഡ് ചെയ്യുന്നത്. ബട്ടർ ചെയ്തിട്ട് കുറച്ച് ചീസ് ഇതിൻ്റെ മീതെ നമ്മൾ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് 2 സൈഡും നമ്മൾ തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തതിൻ്റെ ശേഷം വീണ്ടും മറിച്ചിട്ടിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഇതിൻ്റെ മീതെ ഒഴിച്ചിട്ട് ശേഷം മാത്രം ചീസ് കേട്ടോ. ഞാൻ ആദ്യം ചീസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ സ്പ്രെഡ് ചെയ്തതിൻ്റെ ശേഷമാണ് ചീസ് ഇതിൻ്റെ മീതെ വെതറി കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ളത് ഏത് ചീസായാലും പ്രശ്നമില്ല. സ്ലൈസ് ആണെങ്കിലും അല്ലെങ്കിൽ മൊസറല്ല ചീസോ ഏതാണെങ്കിലും വേണ്ടില്ല. ഏതാണ്ട് ഒരു പിസ്സയുടെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും. ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുണ്ടായിരിക്കും. മുതിർന്നവർക്കൊന്നും പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ചട്നി കൂട്ടിയിട്ടോ അല്ലാതെ കഴിക്കാവുന്നതാണ്. ഇനി ഈ ചീസൊന്ന് നന്നായിട്ട് ഉരുകി വന്നാൽ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്